ഹലോ. ഹലോ, അസ്സലാമു ആ, അലൈക്കും. വലൈക്കും സ്സലാം. ഇസ്മായിൽ വൈസി പറഞ്ഞ ആളാണോ? അതെ. ആ, പിന്നെ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളാണ് കുരുവട്ടൂര് ടീമിന്റെ ചാനല് പൊളിച്ചതെന്ന് ഇങ്ങനെ കാണിക്കണ്ട്. അതെ. അവരതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട്, കൂട്ടത്തില് മീഡിയ മിഷനും ഉണ്ട്. ഉം. എന്തായാലും പിന്നിലെ യഥാർത്ഥം എന്താ? സത്യത്തിൽ നിങ്ങളാണോ അത് ചെയ്തത്? അതെ, ഞാനാണ് അത് ചെയ്തത്. ഞാന് മിനിയാന്നാണ് അത് ഞാൻ പൂട്ടിച്ചത്. ആ അതായത് മീഡിയ മിഷൻ അല്ല, അത് അവര് പ്രചരിപ്പിക്കുന്ന വ്യാജാണ്. ആ അപ്പൊ ഞാന് മീഡിയ മിഷന് എന്തല്ല ഇതിലൊന്നുമില്ല. ഞാൻ സ്ട്രൈക്ക് കൊടുത്തിട്ട് 6 സ്ട്രൈക്ക് കൊടുത്തിട്ട് പൂട്ടിയതാണത്. ആ ആ ആ. ഉം. അതല്ല, നിങ്ങളോട് സംഘടന അതല്ലെങ്കിൽ നേതാക്കന്മാരാരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഇല്ല, ചെയ്തതാണോ? ഇല്ല, എനിക്ക് എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരാളും നേതാക്കന്മാര് പോയിട്ട് ഒരു സാധാരണ ഒരു പ്രവർത്തകർ പോലും എന്നോട് പൂട്ടിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല. അതിന്റെ സ്വയം എന്റെ ചാനൽ എന്റെ സ്വന്തം ചാനലാണ്. അപ്പോ ഉം. അതിൽ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്താണ്, അത് ഉം. പൂട്ടിച്ചതാണ്. അതായത് അതിനുള്ള വ്യക്തമായ ഒരു കാരണമുണ്ട്. ആ അവര് എന്താ വെച്ചാല് അവരുടെ ചാനല് കഴിഞ്ഞ ശനിയാഴ്ച തോന്നുന്നുണ്ട്, ഈ കഴിഞ്ഞ ശനിയാഴ്ച ആരോ പൂട്ടിച്ചു. ആരാന്ന് എനിക്കറിയില്ല. ഞാൻ അവരുടെ ആ ചാനലൊന്നും നോക്കാറുമില്ല. ആ ആ അതാരോ എന്ത് ചെയ്തു, പൂട്ടിച്ചു. പക്ഷെ അവരെന്നെ വിളിച്ചിട്ട് എന്നെ മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പൂട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അവര് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു. അപ്പൊ ആ സ്ക്രീൻഷോട്ടിൽ വ്യക്തമായിട്ടും എന്റേതല്ല, വേറെ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ ആ. എന്നിട്ടും അത് ഈ അവർക്ക് ഞാൻ സ്ട്രൈക്ക് കൊടുത്താല് ഇത് അറിയാൻ കഴിയും, ആരാ കൊടുത്തതെന്നുള്ളത് അറിയാൻ കഴിയും അല്ലെ? അതെ, അത് പൂട്ടിച്ച്. രണ്ട് രീതിയിലും ഉണ്ട്. അത് സ്ട്രൈക്ക് കൊടുക്കുന്നതിന്റെ രീതിക്കനുസരിച്ച് വരിക. അപ്പൊ ഈ ആ ഫസ്റ്റ് സ്ട്രൈക്ക് കൊടുത്ത ടീം എന്താണ്, അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ആ വെളിപ്പെടുത്താതെ അവര് ഒരു ഗാലറി വിഷൻ എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്. അത് ഈ ആ. ചാനലുകളൊക്കെ മാനേജ് ചെയ്യുന്ന ടീമാണ്. നമ്മളെ അതവര് ഈ ഇന്നലെ സംസാരത്തിൽ കേട്ടു, ആ അവരാരോ വിശദീകരിക്കുന്നുണ്ടല്ലോ. അതെ. അവര് അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ ഗാലറി വിഷന്റെ സ്റ്റാഫാണ് ഇസ്മായിൽ എന്നുള്ളത്, ആ, നിങ്ങളെ ഒരിക്കല് സംഘടന ഏൽപ്പിച്ചതാണ്, നിങ്ങളെ മീഡിയ മിഷൻ ഏർപ്പാടാക്കിയതാന്നൊക്കെ പറയണത്. അതെ, അപ്പൊ ഒരിക്കലും എന്തിട്ടില്ല, എന്റെ ഞാൻ ഗാലറിഷന്റെ സ്റ്റാഫ് അല്ല ആയിട്ടില്ല. അത് ഒരിക്കലും കളവാണ്. അത് അവര് എവിടെ തെളിയിക്കണമെങ്കിലും തെളിവ് സഹിതം തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്തിനു തയ്യാറാണ്. ആ ഞാൻ ഗാലറിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രൊട്ടക്ട് ആ. ചെയ്യുന്ന ഒരു ടീമാണ്. അവരൊരു ബിസിനസ് ആയിട്ട് അവർ ചെയ്യുന്നതാണ്, കമ്പനിയാണ്. അതിലൊരുപാട് സ്റ്റാഫുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എന്റെ അതെവിടെയാണ്? അത് ഇവിടെ തന്നെയാണോ? അത് അല്ല, അത് എറണാകുളത്താണ് അവരെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഉം. എറണാകുളത്താണ്. ആർക്കും ഗൂഗിൾ ചെയ്ത് ഗാലറിഷന്റെ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. അത്രയും ഫേമസ് ആയ കമ്പനിയാണ്. ആ അല്ലാതെ ആ ആ. നമ്മളൊന്ന് ഒളിച്ചു വെച്ചിട്ട് ഒന്ന് വേറെ ഇതുണ്ടാക്കല്ല, അപ്പൊ നിങ്ങളെ വർഷങ്ങളായിട്ട്. ചാനലും അതെ, കൈകാര്യം അതെ, ചെയ്യുന്നത് എന്റെ അവരാണ്. ചാനലും അവരാണ്. അത് ഇനി വേണമെങ്കിൽ എന്റെ ചാനലിന്റെ അബൌട്ടിൽ പോയി നോക്കി അവർക്ക് ആ അവര് പറയണത് സീറ്റില്. നിങ്ങള് ഗാലറീസിന്റെ സ്റ്റാഫാണെന്നുള്ളതാണ്. അല്ല, അതൊരിക്കലും തെറ്റാണ്. അതൊരിക്കലല്ല. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സ്റ്റാഫ് ആയിട്ടില്ല. അതിനുള്ള യോഗ്യത എനിക്കില്ലാണ്. കാരണം അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആ ആ അപ്പൊ ആ അതിപ്പോ എന്റെ ചാനലിന്റെ അബൌട്ടിൽ ഇപ്പൊ ഞാൻ ഈ പറയുന്നൊക്കെ കളവാണോ അല്ലേ എന്നുള്ളത് അവർ എന്റെ ചാനലിൽ എല്ലാവർക്കും ചെക്ക് ചെയ്യാലോ. അത് പബ്ലിക്കിലാണല്ലോ. ഞാൻ ഒരിക്കലും ഓളിഞ്ഞ് വെച്ചിട്ടല്ല, പണ്ടേ ഉള്ളതാണ്. ആ അബൌട്ടിൽ എന്തുണ്ട്, ചാനലിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, ഗാലറിഷന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അവരുടെ നമ്പറും കിട്ടും, അവരുടെ എല്ലാ അഡ്രസ്സും കിട്ടും. എറണാകുളത്താണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ആ അപ്പൊ അവര് അവരെ അണ്ടറിൽ ഉള്ള ഏതോ ഒരു ചാനലാണ് സ്ട്രൈക്ക് ആദ്യം അവർക്ക് കൊടുത്തത്. കഴിഞ്ഞ ശനിയാഴ്ച അവർക്ക് സ്ട്രൈക്ക് കൊടുത്തു, ചാനൽ പൂട്ടി. ആ ഇവരെന്നിട്ട് ആ ഞാനാണ് സ്ട്രൈക്ക് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, എന്താ വേങ്ങരയിലെ എവിടെ പരിപാടി നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഞാൻ സ്ട്രൈക്ക് കൊടുത്തു പറഞ്ഞു. വേങ്ങരയിലെ പരിപാടി തന്നെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ആ അറിയില്ല, ഞാൻ ആ അവിടെ പരിപാടിക്ക് പോയിട്ടില്ല, ചെയ്തിട്ടില്ല. ഇതൊക്കെ ആ അവർ ഒരുപാട് തവണ ഞാൻ അവരെ അറിയിച്ചു, മാന്യമായിട്ട് ഞാൻ അറിയിച്ചു. എന്ത്, ഈ ഞാനല്ല ചെയ്തത്. പക്ഷെ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. ഈ ചെയ്തതാണ് പറഞ്ഞിട്ട് എന്നെ മാനസികപരമായിട്ട് ഒരുപാട് അവരെ പീഡിപ്പിച്ചു. ഞാനപ്പോ ആ സമയത്ത് വർക്കിന്റെ ഒരു തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നു, നാട്ടിലില്ലായിരുന്നു. ആ അപ്പോ ഞാൻ ഈ തിരക്കിലായ സമയത്ത് ഞാൻ ഒരുപാട് ആ സമയത്ത് തന്നെ അവരോട് പ്രതികരിച്ചു. കാരണം ഒരാള് നമ്മളോട് ഒരു വിഷയം സംസാരിക്കുമ്പോൾ പ്രതികരിച്ചു. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, എന്നോട് മെയിൽ അയക്കണം, ഞാനത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഗാലറിഷന്റെ മെയിലിൽ കയറിയിട്ട് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുക? കാരണം ഗാലറിഷൻ സ്ട്രൈക്ക് കൊടുത്ത സംഗതിയാണ്. ആ അങ്ങനെ ഞാൻ അവരെ പിന്നെ കുറെ സംസാരിച്ച് ഞാൻ നിർത്തി. ആ അപ്പൊ ഞാൻ വർക്കിന്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞു ഞായറാഴ്ച ഞാൻ എന്ത് ചെയ്തു, വീട്ടില് വൈകുന്നേരം വന്ന സമയത്ത് ഞാൻ എന്താണ് ഇവര് ഈ സാബിത്ത് സൂഫിയ എന്നൊക്കെ വിട്ടത്, ഇതെന്താണ് സാധനം അറിയാൻ വേണ്ടി ഞാൻ ശരിക്കും സെർച്ച് ചെയ്തപ്പോ അവരുടെ ചാനൽ വീണ്ടും കിട്ടി. അവരുടെ ചാനൽ കിട്ടിയപ്പോ ഞാൻ അവരുടെ ചാനലിലെ വീഡിയോസുകളൊക്കെ നോക്കി. അപ്പൊ നോക്കിയപ്പോ ഞാൻ ലൈവ് ചെയ്യുന്ന പരിപാടികളുടെ വീഡിയോ കട്ട് ചെയ്തിട്ട് അവര് എന്ത് ചെയ്യാണ്, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്.
ആ, 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 ആ. നമ്മുടെ കണ്ടന്റ് കട്ടെടുത്തിട്ട് അവരെന്ത് ചെയ്യണേ പൊതുജനത്തിന് ചെയ്യണം, എന്റെ അനുമതിയോട് കൂടി അല്ലാതെ. എന്നോട് ഇതുവരെ അവർ അതായത് ചോദിച്ചിട്ടില്ല. നിങ്ങളെ വീഡിയോ അവരെ ചാനലിലുണ്ട്. അതെ, എന്റെ ചാനലുണ്ട്. അപ്പൊ ഞാനപ്പോ ഒന്ന് വെറുതെ നോക്കി, അപ്പൊ ഒരുപാട് വീഡിയോസിലുണ്ട്. അപ്പൊ എന്റെ വീഡിയോസ് എടുത്ത് അവര് ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് വേറെ ആരോ എന്തോ ചെയ്തതിന് എന്നെ അവരെന്ത് ചെയ്യാ, വിളിച്ച് അസഭ്യം പറയാ. അതൊരിക്കലും ശരിയായ ശൈലിയല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ ഓഫീസിൽ ഗാലറിഷൻ എന്ന് പറഞ്ഞ ഓഫീസിൽ എന്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് സ്ട്രൈക്ക് കൊടുക്കാൻ പറഞ്ഞു. സ്ട്രൈക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം നിലവിലെ 3 സ്ട്രൈക്ക് കൊടുത്തു. അപ്പൊ